ഹായ് ഓൾ, ചാറ്റ് വിത്ത് TSPയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മീതു. ഇന്നത്തെ ഒരു മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് അത്യാവശ്യം ഒരു ട്രിക്കി മാർക്കറ്റ് തന്നെയായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഇന്നധികം ട്രേഡൊന്നും നമുക്ക് കിട്ടിയില്ല. ചെറിയ ചെറിയ സ്കാൽപ്പിംഗ് അല്ലാണ്ട് നല്ല ട്രേഡ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു എൻട്രി സെറ്റപ്പ് ഒരു 80% വരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നമ്മുടെ ഒരു ബൈയിങ് സോണിലോ അല്ലെങ്കിൽ സെല്ലിംഗ് സോണിലോ ഒന്നും മാർക്കറ്റ് കറക്റ്റ് ടാപ്പായിട്ടല്ല ഇന്ന് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ എൻട്രീസൊക്കെ ഇന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. ഈ ഒരു റാലി നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ നമുക്കൊരു വർക്ക്ഷോപ്പ് ബാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇനിയിപ്പോൾ ഒരു 44,700 വരെ വരാം. കാര്യം അവിടെ 1 ഡേ ടൈം ഫ്രെയിമിൽ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ട്. അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാത്രമേ മാർക്കറ്റിന് അപ്പ് സൈഡിലോട്ട് അല്ലെങ്കിൽ ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ആ വർക്ക്ഷോപ്പ് ബാച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. നമുക്കറിയായിരുന്നു മാർക്കറ്റ് ഇത്രയും ഒരു മൂവ്മെൻറ്റ് തരും, അല്ലെങ്കിൽ 44,700 വരെ പോകാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ അത് ഇന്ന് തന്നെ തരും എന്നുള്ളത് ഒരു കൺഫർമേഷൻ 100% കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് അല്ലെങ്കിൽ നാളെ തരാം എന്നായിരുന്നു നമ്മുടെ ഒരു പ്രതീക്ഷ. പക്ഷെ നമുക്ക് ഇന്ന് തന്നെ അത് നല്ലൊരു മൂവ്മെൻറ്റ് തന്നു. പക്ഷേ അതിൽ നമ്മുടെ ആ ഒരു എൻട്രി സെറ്റപ്പ് ഒന്നും വരാണ്ടാണ് ആ ഒരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എൻട്രി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ സ്കാൽപ്പിംഗ് മാത്രം ചെയ്തു. ഇനിയിപ്പോൾ നാളെ നിഫ്റ്റിയുടെ അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെയും മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചാറ്റിലേക്ക് പോയാലോ? നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ 44,138 അതുപോലെ തന്നെ 44,179 ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ആ ഒരു പോയിൻ്റാണ് നാളത്തേക്ക് വേണ്ടത്, വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് നിഫ്റ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ 20,015 അതുപോലെ തന്നെ 20,035 ആണ്. അതിനുള്ളിൽ ഒരു OB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,015 20,021 ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക നിഫ്റ്റിയുടെ കേസിൽ. അപ്പോൾ ഇത് രണ്ടും നാളെ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അവിടെ ഇമ്പോർട്ടൻറ്റ് സോൺ വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രാ കൺഫർമേഷനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ വീണ്ടും കാണാം. താങ്ക്